മോർണിംഗ്. സോ അങ്ങനെ നമ്മൾ 8th CBSEയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. ഇലക്ട്രിസിറ്റിന്റെ 2 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിച്ചുള്ള ഒരു വയർ ഉണ്ട്. ഓക്കെ, ആ വയറിലൂടെ കറണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്ട്. ഇത് കണ്ടുപിടിച്ച ആളാണ് ക്രിസ്റ്റ്യൻ ഈസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇനി അടുത്ത എഫക്റ്റ് ആണ് ഹീറ്റിംഗ് എഫക്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രിഡ്ജ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? തണുപ്പിക്കാനല്ലേ. പക്ഷെ ഫ്രിഡ്ജിന്റെ പുറത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്ക്, ഭയങ്കര ചൂടുണ്ടാവില്ല. ഇതെന്ത് സംഭവം? അതായത് നമ്മുടെ ഫ്രിഡ്ജ് കുറെ നേരം പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിലെന്ത് ചെയ്തു? ചൂടുണ്ടായില്ലേ. അതുപോലെ തന്നെയാണ് ആക്ച്വലി ഫ്രിഡ്ജ് ഇതിനകത്ത് തണുപ്പിക്കാനാണ്, പക്ഷെ പുറത്തെന്തുണ്ട്? ചൂടുണ്ട് അല്ലെ. അത് കറണ്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറണ്ട് കുറേ നേരം അല്ലെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ചൂടാവും. ഇതിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് 2 പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അത് അറിയിക്കും വേണം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ? എന്തൊക്കെയാണുള്ളത്? നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെ. ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതേസമയം അത് ചൂടാവുകയും ചെയ്യും അല്ലെ. ഇപ്പൊ ഹീറ്റും ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. സോ ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഡിവൈസ് ഈസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്? അത് മനസ്സിലാക്കി വെക്കണം. ഇലക്ട്രിക് ബെല്ലാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇലക്ട്രിക് ബൾബാണ് അല്ലെങ്കിൽ ഹീറ്റർ ആണ്, സോളാർ പാനലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല, അതാണ് ഇലക്ട്രിക് ബെല്ലാണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ആംപിയർ ആണ് കേട്ടോ, മറന്നു പോകരുത്. നെക്സ്റ്റ്, ദ ഇലക്ട്രിക് ഹീറ്റർ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു. ഏതാണ്? ഇലക്ട്രിക് ഹീറ്റർ ആണ് അല്ലെ. ഇലക്ട്രിക് ഹീറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ചൂടാക്കാനാണ് അല്ലെ. ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറുക? അത് എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും അല്ലെ. ഇലക്ട്രിക് ഹീറ്റർ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറ്റുക. എന്താണ്? ഹീറ്റ് എനർജി ആയിട്ട് മാറ്റും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ ബി യൂസ് ടു ഡിറ്റക്ട് എ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിനെ ഡിറ്റക്ട് ചെയ്യാൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നെങ്കിൽ തൊട്ട് നോക്കിയിട്ടൊന്നും യാതൊരു കാര്യമല്ല അല്ലെ. അപ്പൊ അതിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മാഗ്നറ്റിക് കോമ്പസ്. ഓക്കെ, അപ്പൊ അതാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ടക്ടർ എക്സിസ്റ്റ് ഓൺലി വെൻ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഏത് വരെയാന്ന് ചോദിച്ചാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മാത്രം വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, കറണ്ട് ഫ്ലോസ് ത്രൂ ദ വയർ only exist when current flows through the wire. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വരെയാണ് എന്തുണ്ടാവുക? അതുണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, what happens to the magnetic field if the current is increased? നമ്മള് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ബിക്കംസ് സ്ട്രോങ്ങർ. ഭയങ്കര ശക്തിയുള്ളതായിട്ട് മാറും കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വാട്ട് മെറ്റീരിയൽ ഇസ് കോമൺലി യൂസ്ഡ് ആസ് കോർ ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്? ഇതാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റ്. എന്താ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിസം കിട്ടും അല്ലെ. അതായത് ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് ഇങ്ങനെ കടത്തി വിടുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലെ. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഇതാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഈ കോർ എന്തിനാ ഉപയോഗിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും അത് ഉപയോഗിക്കുക. അയണിന്റെ നെയില് അല്ലോ, സോഫ്റ്റ് അയൺ പീസ് ഒക്കെയാണ് നമ്മളവിടെ വെക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അയൺ എന്ന് കാണുന്നുണ്ടോ നോക്കുക, സോഫ്റ്റ് അയൺ ആണ് കേട്ടോ. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് ടു എൻ ഇലക്ട്രോമാഗ്നറ്റ് വെൻ ദ കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓഫ്? നമ്മള് കറണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ കറണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നല്ല മൊട്ട് സൂചിയോ സേഫ്റ്റി പിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിലിങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ കറണ്ട് അങ്ങോട്ട് ഓഫ് ആക്കി എന്ന് വിചാരിച്ചു, അപ്പൊ ഇതൊക്കെ കൂടെ എന്ത് ചെയ്യും? ഇതങ്ങോട്ട് ചാടും അല്ലെ. അതായത് ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടും. അപ്പൊ അതൊക്കെ താഴത്തേക്ക് തന്നെ ചാടിപ്പോകും. ഓക്കെ, ഇറ്റ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ.
അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് പോകുമ്പോൾ അതിൽ എന്തുണ്ടാകും, ചൂടുണ്ടാവും അല്ലെ. അതിനാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൽ എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ കുറേ നേരം പ്രവർത്തിച്ചാൽ നല്ല ചൂടുണ്ടാവും, കുറച്ചു നേരം ഉള്ളെങ്കിൽ കുറച്ച് ചൂട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതിനെല്ലാതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഹോംവർക്ക് ആണ് കേട്ടോ. അപ്പൊ ആരും മറക്കണ്ട, ഇത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ 8ാം ക്ലാസ്സിലെ സിലബസ് മാറി വന്നതാണ് അല്ലെ കഴിഞ്ഞ വർഷം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഗൈഡുകളോ അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് എന്നും പഠിച്ച് ഇങ്ങനെ പഠിച്ച് പോകാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് നമ്മുടെ സൈലത്തിനുണ്ട്. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആണ് വരിക കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോ, 9995400800 ഈ നമ്പറിൽ വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം അവിടെ നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എക്സാമുകളൊക്കെ വരാൻ പോവാണ്. അപ്പം നമുക്ക് ഇവിടെ എക്സാം എഴുതിയിട്ട് സ്കൂളിൽ എക്സാം എഴുതാൻ പോകും. അപ്പം നമുക്ക് സൂപ്പർ മാർക്ക് കിട്ടും. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ബാച്ചിൽ കാണാം.